പക്ഷെ നിങ്ങൾ വരണ്ട കേട്ടോ. നിങ്ങൾ വന്നാൽ നിങ്ങളെ കെയർ ഓഫിലാണ് ഈ കല്യാണം നടന്നത്, അതായത് നിങ്ങൾ വീഡിയോ ഇട്ടിട്ടാണ് ഈ കല്യാണം നടന്നതെന്ന് എല്ലാവരും അറിയും. അത്ര അധികം ആളുകളൊന്നും അത് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞിട്ടൊരു കോൾ വന്നു എനിക്ക്. അത് കുറച്ച് ദിവസം മുമ്പ് വിളിച്ചതാണ്. അപ്പോൾ കല്യാണ ഡേറ്റ് അടുത്ത് കല്യാണത്തിന് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്ന, അപ്പോൾ അതിൻ്റെ തലേന്നാണ് വിളിച്ച് പറയുന്നത് ഈ ഒരു സംഭവം. പെട്ടെന്ന് ഞാനൊന്ന് ഷോക്കായി. പിന്നെ എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇത് വരണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി കോളാണല്ലോ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത്, പിന്നെ ആളുകളുടെ മൈൻഡ് സെറ്റ് ഇതുവരെ മാറിയില്ല എന്നുള്ളതാണ്. അതായത് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടൊരു കല്യാണം നോക്കുന്നത് എന്തോ ഭയങ്കര തെറ്റാണ്, കുടുംബത്തിന് വലിയൊരു ഷെയിമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരുപാടുണ്ട്. നമ്മൾ ഇത്രയും കല്യാണങ്ങൾ നടത്തി, ഇത്രയും ആളുകൾക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് ഭയങ്കര ഒരു ബന്ധം വന്ന്, നമ്മുടെ പണ്ടൊക്കെ ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു കുറവും എല്ലാവരും മടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം അങ്ങനെയല്ല. യൂട്യൂബ് വീഡിയോ ഒക്കെ അത്രയും പ്രചാരത്തിലാണ്. യൂട്യൂബ്, ഇൻസ്റ്റ ഒക്കെ എല്ലാവർക്കും ഫെമിലിയറാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വീഡിയോയിൽ വന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് എല്ലാവരും അതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോഴും കുറഞ്ഞ ആളുകൾ ഇങ്ങനത്തെ ചിന്താഗതിയായിട്ടുമുണ്ട്. ഇവിടെ ഒരു ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ കല്യാണം, നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്ത് കല്യാണം റെഡിയായിട്ട് ഞാൻ അവരുടെ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സമ്മതം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കും. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാം? ഇത് കണ്ടിട്ട് പുതിയ ആൾക്കാർ ഇതേപോലെ വീഡിയോ എടുക്കാൻ മുമ്പോട്ട് വരണം എന്നുള്ളത് തന്നെയാണ്. കാരണം മടിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിന് റിസൾട്ട് ഉണ്ട് എന്ന് വേറൊരാൾ അറിയുമ്പോഴാണ് അവരും വീഡിയോ എടുക്കാൻ മുമ്പോട്ട് വരിക. ഞാൻ കുറേ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്, ആരെയും കല്യാണമൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ഇമ്പാക്റ്റാണ് സൊസൈറ്റിയിലെങ്കിൽ ആരും ഈ വീഡിയോ എടുക്കാൻ മുമ്പോട്ട് വരില്ലല്ലോ. നമ്മളെ റിസൾട്ട് തീർച്ചയായിട്ടും നമ്മൾ ആളുകൾക്ക് കാണിക്കുക തന്നെ വേണമല്ലോ. അതൊരു നല്ല കാര്യമാണല്ലോ. മീൻസ് പിന്നെ ആൾക്കാർ വരും, അവരെയും കല്യാണം നടക്കും എന്നുള്ളത് കൊണ്ടാണ് സമ്മതമുള്ള ആളുകളുടെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ചിലരതിനെ തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അല്ലാതെ അവർ കല്യാണത്തിന് വിളിക്കാത്തതിൻ്റെ വിഷയമൊന്നുമല്ല. അതൊക്കെ നോർമൽ. എന്നെ 2 ദിവസം മുമ്പ് വേറൊരുത്തേൽ വിളിച്ചിരുന്നു. അവർ ഡീൽ ചെയ്തൊരു രീതി എന്ന് പറഞ്ഞാൽ, അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അവർ വിളിച്ചു പറഞ്ഞു, കല്യാണം കഴിഞ്ഞിക്ക് ചെറിയൊരു പരിപാടിയേനു, അതുകൊണ്ടാണ് കല്യാണത്തിന് മുമ്പ് നിങ്ങളോട് പറയാൻ. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, എന്നാൽ വീഡിയോ ഒഴിവാക്കിയേക്കാം. പക്ഷേ ഇവർ പിന്നെ വിളിച്ചു പറഞ്ഞ ഒരു രീതി വേറൊരു രീതിയായിരുന്നു. കല്യാണത്തിന് മുമ്പ് വിളിച്ചിട്ട് വരണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണ് എനിക്ക് ഇവിടെ വന്ന് നിങ്ങളോട് ആ ഒരു സംഭവം ഒന്ന് പറയണമെന്ന് തോന്നിയത്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുക. അതൊക്കെ മാറ്റാൻ സമയമില്ലേ? ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം അങ്ങനത്തെ പിന്നെ നിങ്ങളെ ഒരു വീഡിയോ വന്നാൽ നമ്മൾ മോശപ്പെട്ട ഒരു കാര്യത്തിനല്ലല്ലോ, ഒരു കല്യാണത്തിന്, ഒരു നല്ല കാര്യത്തിന് ഒരു വീഡിയോ എടുത്ത് കല്യാണം റെഡിയായി, അതിപ്പോൾ ആ കല്യാണത്തിന് ഞാൻ വന്നതെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, ഇപ്പം ഞാനൊരു കല്യാണത്തിന്, ഒരു ഫംഗ്ഷന്, ഒരു കല്യാണത്തിന് ഞാൻ പോയാൽ, ഒരു ഡിഫറെൻ്റ് ലേബിളുടെ ഒരു കല്യാണത്തിന് ഞാൻ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത വീഡിയോ ആണോ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആണെങ്കിൽ ആണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ അങ്ങനത്തെ ഒരു ചാനൽ വഴി വന്ന കല്യാണമാണെന്ന് ആരും അറിയരുത് എന്നുള്ളൊരു ഇതാണോ ഇപ്പോൾ പറഞ്ഞത്. ആ ഒരു വ്യത്യസ്തരമായ ഒരു സംഭവം കേട്ടപ്പോഴാണ് എനിക്ക് അതൊന്നും ഒരു തെറ്റുള്ള കാര്യമല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. ഇനി ഒരുപാട് കല്യാണങ്ങൾ നമുക്കിങ്ങനെ നടത്തിയെടുക്കണം. റിസൾട്ട് ഞാൻ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. എല്ലാവരുടെയും വീഡിയോ, ഇതിൽ 140ഓളം കല്യാണം നമ്മൾ നടത്തിയിട്ട് ഇതിൽ എത്ര വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും? ഒരു 50 വീഡിയോ എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് സംശയമാണ് കല്യാണത്തിൻ്റെ. ഞാൻ അവരോട് ചോദിച്ചിട്ട് അവർക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ. അതും കല്യാണ വീഡിയോ അപ്പാട് അവിടെയുള്ള എല്ലാവരെയും കവർ ചെയ്തെടുക്കലൊന്നുമില്ല. കല്യാണ പെണ്ണിൻ്റെ ചെക്കൻ്റെ മുമ്പ് പോയിട്ട് ഇങ്ങനെ ഒരു സെൽഫി എടുക്കൂ, ഇങ്ങനെ കുറച്ച് ചെറിയ റീലെടുക്കൂ, പിന്നെ അവർ ഭയങ്കര വൈബാണെങ്കിൽ പുറത്തുള്ള മൊത്തത്തിലൊന്ന് കാണിക്കൂ, അത്രയൊക്കെ ഉള്ളൂ. അതും ഇഷ്ടമുള്ള പോലെ മാത്രം. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കല്യാണം നടക്കാനിരിക്കുന്നവരും കല്യാണം ഉറപ്പിച്ചവരും കല്യാണ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടേ, നിങ്ങളിനി കല്യാണമൊക്കെ റെഡിയായി കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ പിന്നെ ആദ്യം തന്നെ പറയാം, കല്യാണം ഉണ്ട് അടുത്ത എത്രാം തീയതി, നിങ്ങൾ കല്യാണത്തിന് തീർച്ചയായിട്ടും വരേണ്ട വിളിക്കൽ നിങ്ങൾ ഇഷ്ടം കേട്ടോ. ഇനി അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അത് നിങ്ങളിപ്പോൾ തുറന്ന് പറഞ്ഞോ, നോ പ്രോബ്ലം. പിന്നെ അല്ലെങ്കിൽ കല്യാണത്തിന് വരണ്ടെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കല്യാണം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന ദിവസം കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ചെറിയ പരിപാടി ആയതുകൊണ്ട് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി, നോ പ്രോബ്ലം. പക്ഷേ ഈ ഒരു ചിന്താഗതിയിൽ നിങ്ങൾ ശരിക്കും മാറുകയാണ് വേണ്ടത്. എന്നെ കല്യാണത്തിന് വിളിക്കാത്തയോ അല്ല ഇവിടെ മാറ്റർ. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കല്യാണം റെഡിയായി എന്ന് വിചാരിച്ചിട്ട് അതൊരു മോശമാണെന്ന് വിചാരിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതാണ് മാറ്റേണ്ടത്. ഓക്കെ,
അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇതിൽ റിസൾട്ടൊക്കെ കുറവായിരിക്കും, ആൾക്കാർക്ക് ഓക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് കല്യാണം നടക്കുന്നില്ല എന്നാരും വിചാരിക്കരുത്. കല്യാണങ്ങൾ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് നല്ലൊരു ഇണയെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും. അതിപ്പോൾ ഡിഫറെൻ്റ്ലി ഏബിൾഡായ ആളായാലും ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പുറത്ത് പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാരായാലും ശരി, അവർക്കൊക്കെ എന്നെ വിളിക്കാം. നിങ്ങളുടെ ഒക്കെ കല്യാണം വീഡിയോ പരമായിട്ട് നമുക്ക് നടത്താം, തീർച്ചയായിട്ടും നടത്താൻ പറ്റും. നമ്മുടെ സൊസൈറ്റിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടുള്ളവരെ സ്വീകരിക്കാനും ഒക്കെ ഉള്ളത്. അത് നമുക്ക് തേടി കണ്ടെത്തണം. അതിന് ഈ പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരം ഇതൊക്കെ മാറി എല്ലാവരും ഉഷാറാവട്ടെ. എല്ലാവരും കല്യാണ വീഡിയോ ഒക്കെ എടുക്കാൻ മുമ്പോട്ട് നല്ല സ്മാർട്ടായിട്ട് വരട്ടെ. ഓക്കെ.